ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ജൂൺ 18 വ്യാഴാഴ്ച തിരളെത്തിയ മലയാള സിനിമയാണ് സീക്രട്ട് ഓഫ് കലിംഗ. ചിത്രത്തിൽ ധ്യാൻ ശ്രീനിവാസൻ, അൽതാഫ് സലീം, റിയാസ് ഖാൻ, മാളവിക മേനോൻ, മറീന മിഖായൽ കുരിശിങ്കൽ, നിതിൻ പരമേശ്വർ എന്നിങ്ങനെ പഴയതും പുതിയതുമായ ഒട്ടനവധി താരങ്ങൾ അണിനിരന്നിട്ടുണ്ട്. ചിത്രം തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്തിട്ടുള്ളത് സനീഷ് ഉണ്ണികൃഷ്ണനാണ്. ധനുഷ് ഹരികുമാർ, വിമൽജിത്ത് വിജയൻ എന്നിങ്ങനെ രണ്ടുപേരാണ് സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത്. അശ്വരത് സന്തോഷ് സിനിമാറ്റോഗ്രാഫിയും അശ്വന്ത് രവീന്ദ്രൻ എഡിറ്റിംഗും നിർവഹിക്കുന്നു. വളരെ മികച്ച കോമഡിയൊക്കെ നിറഞ്ഞ ഒരു മിസ്റ്ററി ത്രില്ലർ കാറ്റഗറിയിൽ വരുന്ന ഹൊറർ സിനിമയാണ് സീക്രട്ട് ഓഫ് കലിംഗ. മികച്ച പാശ്ചാത്യ സംഗീതം, വളരെയേറെ മികച്ച ഛായാഗ്രഹണം, ഗംഭീര എഡിറ്റിംഗ്, അതുപോലെ തന്നെ AI സാങ്കേതിക വിദ്യ എന്നിങ്ങനെ സിനിമയെക്കുറിച്ച് പൊതുവെ പോസിറ്റീവ് അഭിപ്രായമാണ് വന്നിട്ടുള്ളത്. ധ്യാൻ ശ്രീനിവാസൻ, അൽതാഫ് സലീം, റിയാസ് ഖാൻ എന്നിവരൊക്കെ സിനിമയിൽ വളരെ കുറച്ച് രംഗങ്ങൾ മാത്രമേ ഉള്ളൂ. എങ്കിൽ തന്നെയും ഒരു ഹൊറർ എന്റർടൈനർ സിനിമ എന്ന നിലയിൽ പ്രേക്ഷകർക്ക് ആസ്വാദ്യകരമായ അനുഭവം സിനിമ പങ്കുവയ്ക്കുന്നുണ്ട്. ഇനി ചിത്രത്തിന്റെ ആദ്യ ദിവസത്തെ കേരള ഘടനയുമായി ബന്ധപ്പെട്ട് ട്രാക്കേഴ്സ് നൽകുന്ന സൂചന അനുസരിച്ച് 15 ലക്ഷം റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. നാളെ ജൂൺ 19 വെള്ളിയാഴ്ച തിയേറ്റർ റിലീസായി എത്തിച്ചേരുന്ന പ്രധാനപ്പെട്ട മലയാള സിനിമയാണ് ബാലൻ. മഞ്ഞുമൽ ബോയ്സിലൂടെ ശ്രദ്ധേയനായ ചിദംബരം സംവിധാനം ചെയ്യുന്ന ഈ സിനിമയിൽ ബാലതാരങ്ങളായ ആദിശേഷൻ, സിനാൻ, ഫർസാന പാലത്തിങ്കൽ, പ്രമുഖ സംവിധായകരായ ഗിരീഷ് ഏടി, ജീൻ പോൾ ലാൽ എന്നിവരോടൊപ്പം ഒട്ടനവധി താരങ്ങൾ ക്യാമിയോ റോളിലും അഭിനയിക്കുന്നുണ്ട്. ചിത്രത്തിന്റെ തിരക്കഥ തയ്യാറാക്കിയിരിക്കുന്നത് സംവിധായകനായ ജിത്തു മാധവനാണ്. ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത് സുഷിൻ ശ്യാമാണ്. ഷൈജു ഖാലിദ് സിനിമാറ്റോഗ്രാഫിയും വിവേക് ഹർഷൻ എഡിറ്റിംഗും നിർവഹിക്കുന്നു. സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്ക് വന്നാൽ പ്രീസെയിലായി സിനിമ കേരളത്തിൽ നേടിയെടുത്തിരിക്കുന്നത് 55 ലക്ഷം രൂപയാണ്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 26 ലക്ഷം ഉൾപ്പെടെ 81 ലക്ഷം രൂപയാണ് ഇന്ത്യൻ പ്രീസെയിൽ. വിദേശത്ത് $18,000 അതായത് 17 ലക്ഷം രൂപ നേടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ ഫസ്റ്റ് ഡേ വേൾഡ് വൈഡ് പ്രീസെയിലായി ബാലൻ നേടിയെടുത്തിരിക്കുന്നത് 98 ലക്ഷം രൂപയാണ്. നാളെ ജൂൺ 19 വെള്ളിയാഴ്ച മലയാളത്തിലും തമിഴിലും തിയേറ്ററിലെത്തുന്ന സിനിമയാണ് ചിന്ന ചിന്ന ആശകൾ. വർഷ വാസുദേവ് സംവിധാനം ചെയ്യുന്ന ഈ സിനിമയിൽ മധുബാല, ഇന്ദ്രൻസ്, അപർണ ബാലമുരളി, ജാഫർ സാദിഖ്, കാളി വെങ്കട്ട്, വിഷ്ണു അഗസ്ത്യ എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. ഫെയ്സ് സിദ്ദീഖ് ഛായാഗ്രഹണവും റെക്സൺ ജോസഫ് എഡിറ്റിംഗ് നിർവഹിക്കുന്നു. സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത് ഗോവിന്ദ് വസന്തയാണ്. സിനിമയുടെ വിതരണാവകാശം ദുൽഖറിന്റെ വേഫെയർ ഫിലിംസിനാണ്. ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗുമായി ബന്ധപ്പെട്ട പ്രീസെയിൽ കളക്ഷൻ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുപ്രകാരം കേരളത്തിൽ 8,70,000 രൂപയും വേൾഡ് വൈഡ് പ്രീസെയിലായി 12,68,000 രൂപയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. പ്രശാന്ത് മോഹൻ സംവിധാനം ചെയ്ത സത്യത്തിൽ സംഭവിച്ചത് എന്ന മലയാള സിനിമയാണ് മൂന്നാമത്തെ റിലീസ്. ദിലീഷ് പോത്തൻ, ജോണി ആന്റണി, ശ്രീകാന്ത് മുരളി, കോട്ടയം രമേശ്, ജോജി ജോൺ, TG രവി എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. ചിത്രം നിർമ്മിച്ചിട്ടുള്ളത് സംവിധായകൻ പ്രശാന്ത് മോഹൻ, കോട്ടയം രമേശ് എന്നിങ്ങനെ 2 പേർ ചേർന്നാണ്. കാവാലം ശ്രീകുമാർ, മധു പോൾ എന്നിങ്ങനെ 2 പേർ സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുണ്ട്. വിനോദ് ജി മധു ഛായാഗ്രഹണവും സുനീഷ് സെബാസ്റ്റ്യൻ എഡിറ്റിംഗ് നിർവഹിക്കുന്നു. അതേസമയം സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗുമായി ബന്ധപ്പെട്ട പ്രീസെയിൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. കേരളത്തിൽ പ്രീസെയിലായി സിനിമ നേടിയെടുത്തിരിക്കുന്നത് 1,77,000 രൂപയാണ്. ഒരേ സമയം തമിഴിലും തെലുങ്കിലുമായി നാളെ ഒരു സിനിമ തിയേറ്ററിലെത്തുന്നുണ്ട്. തെലുങ്ക് പതിപ്പിന്റെ പേര് മാ ഇന്ദി ബംഗാരം എന്നും തമിഴ് പതിപ്പിന്റെ പേര് എങ്കൽ തങ്കം എന്നുമാണ്. നന്ദിനി റെഡ്ഡിയാണ് ചിത്രം സംവിധാനം ചെയ്തിട്ടുള്ളത്. ചിത്രത്തിൽ സാമന്ത റൂത്ത് പ്രഭു, ഗുൽഷൻ ദേവയ്യ, ഗൗതമി, ദിഗന്ത്, ശ്രീമുഖി എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. സിനിമയുടെ തെലുങ്ക് പതിപ്പിന് ഗംഭീര ബുക്കിംഗാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മണിക്കൂറിൽ 4,000-5,000 ടിക്കറ്റുകളാണ് ബുക്ക് മൈ ഷോ സൈറ്റ് വഴി ഈ സിനിമയ്ക്ക് വേണ്ടി മണിക്കൂറിൽ വിറ്റുകൊണ്ടിരിക്കുന്നത്. സിനിമയുടെ തെലുങ്ക് പതിപ്പിന്റെ പ്രീസെയിലുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിളുന്ന അപ്ഡേഷൻ പ്രകാരം 1,37 ലക്ഷം രൂപയാണ് തെലങ്കാനയിൽ നിന്ന് കിട്ടിയത്. ആന്ധ്രയിൽ 69 ലക്ഷം, കർണാടകയിൽ 35 ലക്ഷം, തമിഴ്നാട്ടിൽ 11 ലക്ഷം, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ 2 ലക്ഷം എന്നിങ്ങനെ ഇന്ത്യൻ പ്രീസെയിലായി സിനിമ നേടിയെടുത്തത് 2,54 ലക്ഷം രൂപയാണ്. വിദേശത്ത് $2,54,000 അതായത് 2,40 ലക്ഷം രൂപയും പ്രീസെയിലായി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഓപ്പണിംഗ് പ്രീസെയിലായി സിനിമ ഇതുവരെ നേടിയെടുത്തിരിക്കുന്നത് 4,94 ലക്ഷം രൂപയാണ്. അതേസമയം തമിഴ് പതിപ്പിന്റെ ബുക്കിങ്ങിന് കാര്യമായ ചലനം വന്നിട്ടില്ല. നാളെ ജൂൺ 19 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തുന്ന ബോളിവുഡ് സിനിമയാണ് കോക്ടെയിൽ 2. ഹോമി അദാജാനിയെ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ഷാഹിദ് കപൂർ, കൃതി സെനോൻ, രശ്മിക മന്ദാന എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. ഈ സിനിമയ്ക്ക് മണിക്കൂറിൽ 4,000-5,000 ടിക്കറ്റാണ് ഇപ്പോൾ അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സിനിമയുടെ പ്രീസെയിലുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുമ്പോൾ കേരളത്തിൽ 3,50,000 രൂപയാണ് നേടിയെടുത്തിരിക്കുന്നത്. ഇന്ത്യൻ പ്രീസെയിലായി 7,06 ലക്ഷം രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. വേൾഡ് വൈഡ് പ്രീസെയിൽ പ്രതീക്ഷിക്കുന്നത് 10 കോടിക്ക് മുകളിലുമാണ്. വിജയ് ആന്റണി പ്രധാന താരമായി അഭിനയിക്കുന്ന 100 സ്വാമി എന്ന തമിഴ് സിനിമ നാളെ തിയേറ്ററിലെത്തുന്നുണ്ട്. ശശി സംവിധാനം ചെയ്യുന്ന ഈ സിനിമയിൽ സ്വാസിക വിജയ്, അജയ് ദിഷൻ, ലിജിമോൾ ജോസ്, കരുണാസ്, കാവ്യ അനിൽ എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. സിനിമ നിർമ്മിച്ചിട്ടുള്ളത് വിജയ് ആന്റണി തന്നെയാണ്. സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത് ബാലാജി ശ്രീറാമാണ്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കും ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.